ഇപ്പോൾ കല്യാണം നേരത്തെ പറയാത്ത എന്തെന്നൊക്കെ ഒരുപാട് പേര് ചിന്തിക്കും. പറയാത്തതെന്ന് വെച്ചാൽ ഇത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമല്ലേ. അപ്പം അത് കൊട്ടിഘോഷിച്ച് നടന്നു കഴിഞ്ഞാൽ ചിലപ്പം അറിയില്ല. എന്നെ ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇപ്പം തന്നെ ഓരോന്നും എഴുതി ഉണ്ടാക്കിയിടുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് ഉള്ള സന്തോഷം ആ സമയം നമുക്ക് എന്താ പറയണ്ടേ, ആഘോഷിക്കാനാണ് എനിക്കിഷ്ടം. അപ്പം ആദ്യമേ എല്ലാവരുടെയും പറയാണ്ട് അവസാനം റിവീൽ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവസാനം കൊണ്ട് ഞാൻ റിവീൽ ചെയ്തത്. നേരത്തെ പറയാത്തത് ഒന്നും വിചാരിക്കരുത്. എൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് നല്ലത് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. മോശം വിചാരിക്കുന്ന ആൾക്കാരും മോശം നടക്കണം. ഇന്ന് രാവിലെ തൊട്ട് സോഷ്യൽ മീഡിയയിലെല്ലാം, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, ഇതിലെല്ലാം ചർച്ച അനുമോളുടെ വിവാഹം തന്നെ ആയിരിക്കും. അത് രഹസ്യമാക്കി വെച്ചതിനെ പറ്റിയിട്ടാണ് അനുമോൾ ഇപ്പൊ പറഞ്ഞത്. അവരുടെ ചാനലിലൂടെ വിവാഹത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ റിവീൽ ചെയ്തിട്ടുണ്ട്. വിവാഹം നടന്നത് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടാണ്. ആ കാര്യങ്ങളൊക്കെ തന്നെ അനുമോൾ പറഞ്ഞിട്ടുണ്ട്. സത്യത്തില് ഇത്രയും രഹസ്യമാക്കി വെച്ചത് മാതൃകാപരമായ ഒരു കാര്യമാണെന്ന് ഞാൻ പറയും. കാര്യം ഇവരുടെയൊക്കെ പുറകെ അങ്ങ് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഈ കഴുകന്മാരുടെ കൂട്ട് ഫോണും പിടിച്ച് ക്യാമറയും പിടിച്ച് തൂക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ഓൺലൈൻ മീഡിയാസ് ഉണ്ട്. ഈ വിവാഹം ഇത്തരം കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പേഴ്സണൽ ആയിട്ട് പ്രൈവറ്റ് ആക്കി വെക്കേണ്ട കാര്യം തന്നെയാണ്. അതെല്ലാം എടുത്ത് ആ ഒരു സന്ദർഭത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു നിമിഷത്തിലേക്ക് ഇത്തരം ആൾക്കാർ ഇടിച്ച് കയറി കഴിഞ്ഞാലുള്ള ഒരു ഇതെന്തായിരിക്കും? അത് വളരെ ബുദ്ധിമുട്ടാണ്. അത് മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാണ്. ഇപ്പൊ വിവാഹം കാണാൻ വരുന്നവർക്കും ബുദ്ധിമുട്ടാണ്, ബന്ധുക്കൾക്കും ബുദ്ധിമുട്ടാണ്, എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഇവരൊന്നും തന്നെ വിളിച്ചിട്ട് വരുന്നവരല്ല. പിന്നെ വിളിച്ചിട്ട് പബ്ലിക് ആക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ കാര്യം ഞാൻ ഇതിനകത്ത് കൂട്ടുന്നില്ല. പക്ഷെ അല്ലാതെ വിളിക്കാതെ കടന്നു ചെല്ലുന്ന ഒരുപാട് അതിഥികളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവർക്കൊക്കെ ജസ്റ്റ് ബൈറ്റുകൾ മതി. അതാ നടന്നു വരുന്നത്, തിരിഞ്ഞു നിൽക്കുന്നത്, ചിരിക്കുന്നത്, ഇതൊക്കെ ഓരോ ബൈറ്റുകളാക്കി ഓരോ റീൽസ് ആയിട്ട് അങ്ങ് അപ്ലോഡ് ചെയ്യും. ഒരു പാട്ടും കൂടി ഒപ്പം ഇട്ടാൽ മതിയല്ലോ. ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് അന്ന് ഫുള്ള് ചാകരയാണ്. ഈ ഓരോ റീലിലും ലക്ഷക്കണക്കിന് വ്യൂസ് കിട്ടുകയും ചെയ്യും. കാരണം സെലിബ്രിറ്റീസ് ആകുമ്പോൾ സെലിബ്രിറ്റീസിന്റെ ലൈഫ്, അവരുടെ കല്യാണം, കുഞ്ഞുങ്ങളുടെ പേരിടൽ ചടങ്ങ്, പാല് കാച്ച, ഇതെല്ലാം പിടിച്ചിടാൻ വേണ്ടി ഒരുപാട് ഓൺലൈൻ മീഡിയാസ് ഉണ്ട്. അപ്പൊ അവരിൽ നിന്നൊക്കെ ഇത്തരം കാര്യങ്ങൾ മറച്ചു വെക്കുന്നത് തന്നെയാണ് നല്ലത്. ഈ അനുമോൾ പറഞ്ഞൊരു കാര്യം സത്യമാണ്. അതായത് നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരും ഉണ്ട്, നമ്മുടെ തിന്മ ആഗ്രഹിക്കുന്നവരും ഉണ്ട്. എത്ര നല്ല രീതിയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ എത്ര നല്ല രീതിയിൽ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ പറ്റിയിട്ടും നെഗറ്റീവ് പറയാനും അല്ലെന്നുണ്ടെങ്കിൽ തെറ്റായിട്ടുള്ള മോശം കാര്യം പറയാനും ആൾക്കാരുണ്ടാവും. എല്ലാവരും നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരല്ലല്ലോ. ഈവൻ നമ്മുടെ ബന്ധുക്കളുടെ ഇടയിലും ഉണ്ടാകും, നമ്മുടെ നാട്ടുകാരുടെ ഇടയിലും ഉണ്ടാകും. കുറച്ച് ആൾക്കാർ മാത്രമേ നമ്മൾ രക്ഷപ്പെട്ടല്ലോ അല്ലെങ്കിൽ നമ്മൾ നന്നായല്ലോ എന്ന് ആലോചിച്ച് സന്തോഷിക്കത്തുള്ളൂ. ബാക്കി ആൾക്കാരൊക്കെ തന്നെ നമ്മുടെ തിന്മ ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കുമെന്നുണ്ടെങ്കിലും നമ്മൾ തിരിഞ്ഞു നിൽക്കുമ്പോൾ ഇവൻ എങ്ങനെയും ഒന്ന് നശിച്ചു കണ്ടാൽ മതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ചുറ്റും ഒരുപാട്. അപ്പൊ അത്തരം കാര്യത്തിൽ നിന്ന് പലതും നമ്മൾ മറച്ചു വെക്കുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പൊ ഒരു ജോലി കിട്ടി, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വിദേശത്തേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ കല്യാണമാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് അത് വളരെയധികം പ്രൈവറ്റ് ആയിട്ട് വെക്കുന്നത് തന്നെയാണ് നല്ലത്. അത് നടന്നതിന് ശേഷം മറ്റുള്ളവരെ അറിയിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. അതിപ്പോ സൈക്കോളജിസ്റ്റുകൾ പറയുന്നുണ്ട്. പണ്ട് കാലം മുതൽ നമ്മുടെ അപ്പനപ്പന്മാരുടെ കാലഘട്ടത്തില് ആ സമയത്തെ അമ്മമാരൊക്കെ പറയും, എല്ലാരെയും ഒന്നും വിളിച്ച് പറയേണ്ട കാര്യമില്ല, കുട്ടി ആഘോഷിക്കേണ്ട കാര്യമില്ല, സംഭവമൊക്കെ ഒന്ന് നടക്കട്ടെ, നടന്നതിന് ശേഷം പറഞ്ഞാൽ മതി എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ചിലരാണെങ്കിൽ എല്ലാവരെയും അങ്ങ് അറിയിക്കണം. പക്ഷെ ഈ എല്ലാവരെയും അറിയിക്കുന്നത് കൊണ്ടുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയധികം നെഗറ്റീവ്സ് നമ്മുടെ ഇടയിലേക്ക് വരികയാണ്. ഈ കണ്ണ് അല്ലെങ്കിൽ കണ്ണേർ, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ടല്ലോ. അതിനകത്തൊന്നും വിശ്വസിക്കാത്തവർ ഒരുപാട് പേരുണ്ട്. പക്ഷെ സ്റ്റിൽ എന്തൊക്കെയോ ചില സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടെന്നാണ് ഞാൻ ഇത്രയും കാലം മനസ്സിലാക്കിയിരുന്നത്, എനിക്ക് മനസ്സിലായത്. അപ്പോൾ ചില കാര്യങ്ങൾ വളരെ പ്രൈവറ്റ് ആയിട്ട് തന്നെ വെക്കുന്നതാണ് നല്ലത്. പിന്നെ അനുമോളെ പോലെ ഇത്രയും സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു വ്യക്തി, ഉറപ്പായിട്ടും അനുമോള് എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്ന് നോക്കി നടക്കുന്ന കുറെ ഓൺലൈൻ മീഡിയാസ് ഉണ്ട്. അപ്പൊ അവരിൽ നിന്ന് പ്രൈവറ്റ് ആക്കി വെച്ചത് തന്നെയാണ് നല്ലത്. അതിനകത്ത് ഇപ്പം മറ്റുള്ളവരോട് മാപ്പ് പറയേണ്ടതോ അല്ലെങ്കിൽ അതിനകത്ത് കുറ്റബോധം ഉണ്ടാവേണ്ട ഒരു കാര്യമില്ല. വളരെ നല്ല കാര്യമാണ് ചെയ്തത്. കാരണം ഇപ്പൊ തന്നെ അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ അനുമോളെ കല്യാണം കഴിച്ച പയ്യൻ തമിഴ്നാട്ടുകാരനാണ്, മലയാളിയല്ല. അപ്പോൾ പുള്ളിക്ക് മലയാളം സംസാരിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ആ പയ്യനോട് പേരെന്താന്നൊരു ഓൺലൈൻ മീഡിയക്കാരൻ ചോദിച്ചു. അപ്പൊ പുള്ളി ചോദിച്ചു, വൈ നീഡ് ബ്രോ? അതിന്റെ ആവശ്യം എന്താണ്? അതെ, അറിയേണ്ട കാര്യം എന്താണ്? ഇതിപ്പോ ഇത്രയും രഹസ്യമാക്കി വെച്ചിട്ട് പോലും കുറെ ആൾക്കാർ മണം പിടിച്ച് കണ്ടെത്തി ഗുരുവായൂർ അമ്പലത്തിൽ പോയി കുറെ ബൈറ്റുകളൊക്കെ എടുത്ത് ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇത്തരം കാര്യം നിന്ന് മറച്ചു വെക്കുന്നത് തന്നെയാണ് നല്ലത്. എനിക്ക് തോന്നുന്നു ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഈ ഒരു വിഭാഗമായിരിക്കും, ഈ ഓൺലൈൻ മീഡിയാസ് ആയിരിക്കും. ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ പ്രൈവസിയിലേക്ക്, അത് പ്രൈവറ്റ് ആക്കി വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് പോലും കൈ കടത്തി അതെടുത്ത് പബ്ലിക് ആക്കുന്നവരുണ്ട്. അവരിൽ നിന്നൊക്കെ ഈ ഒരു വിവാഹം മറച്ചു പിടിച്ചത് എന്തുകൊണ്ട് നന്നായി, മാതൃകാപരമായ ഒരു തീരുമാനമാണെന്ന് ഞാൻ പറയും.